കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് 5 ലക്ഷം രൂപ സൈബർ തട്ടിപ്പുകാർ കവരാൻ ശ്രമിച്ചതിന്റെ വിശദാംശങ്ങളുമായി കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ഒരു അക്കൗണ്ട് കണ്ടിട്ട് ഇതൊരു സസ്പീഷ്യസ് അക്കൗണ്ടായിട്ട് തോന്നുന്നുണ്ട്. ബീഹാറിൽ പാറ്റ്നയിലുള്ള ഒരു റിമോട്ട് ഏരിയയിലുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് ഇദ്ദേഹം കൊടുത്തിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് സംശയം തോന്നിയിരുന്നു. എങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഇദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, എനിക്കത് പണം ട്രാൻസാക്ട് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു. ബാങ്കുകാർ അധികം ബലം പിടിക്കാൻ നിന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെന്ന് വിചാരിച്ചിട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ പുതിയതായിട്ട് അവരൊരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഈ ട്രാൻസാക്ഷൻ ഫേക്കാണ്, ഫ്രോഡുലൻ്റ് ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ തിരിച്ച് ഈ ബാങ്ക് അക്കൗണ്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് മാനേജറെ ഇവർ കോൺടാക്റ്റ് ചെയ്യുകയും ഇത് ഇഷ്യൂ ആണ്, ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ ബാങ്ക് മാനേജേഴ്സ് ഈ വ്യക്തിനെ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോഴും നേരത്തെ അതേ സമീപനമാണ്. ആൾ ഭയപ്പാടിലാണ്, വെർച്വൽ അറസ്റ്റിലാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഡൗട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ട്രാൻസാക്ഷനാണ്, ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മുഖാന്തരം ഇത് തടയപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ ബാങ്കിൽ നിന്ന് അവർ 1930 വിളിച്ചു. 1930 നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ചെന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ലോക്കൽ പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ലോക്കൽ പോലീസിൽ DYSP ഓഫീസിൽ വിളിച്ചു. DYSP ഓഫീസിൽ വിളിച്ചത് പ്രകാരം എത്രയും വേഗം തന്നെ ഇൻസ്പെക്ടർ വിനോദ്, ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ സന്ദീപും ടീമും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഇദ്ദേഹം തുറന്ന് വന്നു. ഫോൺ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം വന്ന് വാതിൽ തുറന്നിട്ടും ഇതേ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അതുമാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ്, ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1930 വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പരാതിക്കാരൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. ഈ പറഞ്ഞ ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വന്നിരിക്കുന്ന ഫ്രോഡായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറെയാണ് വെർച്വൽ അറസ്റ്റിലായി എന്ന തട്ടിപ്പ് പറഞ്ഞ് 5 ലക്ഷം രൂപ കവരാൻ ശ്രമിച്ചത്. അത് ബാങ്കുകാർ ഇടപെട്ട് ബാങ്കുകാർ ഡോക്ടറോട് പറയുന്നത്, എൻ്റെ പൊന്നു ഡോക്ടറെ, ഇത് തട്ടിപ്പാണ്. പക്ഷേ അപ്പോഴൊക്കെ ഡോക്ടർ പറയുന്നത്, ഇല്ല, ഒരു കുഴപ്പമില്ല, ഞാൻ കൊടുത്ത പൈസ കൊടുത്താണെന്ന് തന്നെ പറയുകയാണ്. ഒരു ഡോക്ടറാണ്. ഈ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് വമ്പൻ ഉടായ്പാണെന്ന് കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ മാധ്യമങ്ങളുടെയും വാർത്തയിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വെർച്വൽ അറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ടുപറയ്ക്കാനും പൈസ കൊടുക്കാനും ഒക്കെ നമുക്ക് ഇപ്പോൾ ഈ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് ചില സിനിമകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 101% ശരിയാണ്. ഉന്നത വിദ്യാഭ്യാസവും സാമാന്യ ബോധവും വിവരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തട്ടിപ്പിന് എന്നെ ഒന്ന് തട്ടിക്കൂ അല്ലെങ്കിൽ എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഇനിയും ഉണ്ടാകും. അവർക്ക് മുന്നിലേക്ക് വെർച്വൽ അറസ്റ്റുകാർ ഇനിയും വരും.